നിന്നോട് രണ്ട് വർത്താനം പറയാണ്ട് എനിക്ക് അങ്ങനെ മെറീനി ഉണ്ടാക്കിയ കേക്ക് ചെക്ക് മുറിക്കുന്നു വെൽവെറ്റ് കേക്ക് എനിക്ക് കുറെ പഴി കേൾക്കേണ്ടി വന്നു. അത്രയ്ക്കധികം മുൾക്കിരീടം ഞാൻ തലയിൽ ചോന്നു ഇതിന്റെ പേരിൽ. എന്നെ ഭ്രമിപ്പിക്കരുത്. നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം എന്തിട്ടാന്ന് പറഞ്ഞാൽ സാബുദാന കിച്ചടി. വാട തേരിണിങ്ങ വാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പണിയെടുക്കാണ്ട എങ്ങനെ കഞ്ഞി കുടിക്കും. ജാവലിൻ തുറക്കി വരണ പോലെ ഉണ്ടല്ലോ ചേട്ടാ. കഴിഞ്ഞു. അടിപൊളി വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പത്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിവിടെ സേവനവാരം കേട്ടാ. വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പത്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മളെ പരിഹസിച്ച ഒരു കഥയുണ്ട് ഇവിടെ. ഇത് പണ്ടല്ലേട്ടാ നമ്മൾ കൃഷി സ്ഥലം ഏറ്റെടുത്ത ടൈമിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു ചുണ്ടങ്ങിയെ നമ്മൾ കൊല ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന് ജീവിക്കുകയോ മരിക്കുകയോ അതിൻ്റെ ഒരു ഗതികേട് കണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 4-5 സ്ഥലത്തേക്ക് അതെ സരിത കേക്കായിട്ട് വന്നിട്ട് ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞല്ലേ ആ മേത്ത് വെച്ചിട്ട് വരരുതെന്ന്. അങ്ങനെ വയറം വെച്ചിട്ട് വരരുതെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ മെറീനയുടെ കേക്ക് കുറച്ച് ദിവസമായി ഇത് ഫ്രിഡ്ജിലിരിക്കണു. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ചേട്ടൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി മുറിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നത്. പക്ഷേ ചേച്ചിക്ക് പിന്നെ പനി തുടങ്ങി. വീണ്ടും പനി തുടങ്ങിയിട്ട് അപ്പോൾ ചേച്ചിയുടെ പനി മാറട്ടെ എന്നിട്ട് മുറിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. പക്ഷേ ലാസ്റ്റ് ഇപ്പോൾ ചേച്ചിന് ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. എലൈറ്റിൽ പനി ഭയങ്കരമായിട്ട് കൂടി. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ 2 നേരം പോയിട്ട് ആദ്യം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ഞാൻ ചേച്ചി എന്ന് പറഞ്ഞല്ലേ സീമ ചേച്ചിക്ക് കേട്ടാ. ചേച്ചി അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ അല്ലഞ്ചേട്ടനും കൊണ്ട് പനിയുണ്ട്. അല്ലഞ്ചേട്ടനും ചെറുതായിട്ടുള്ള ഇൻഫെക്ഷൻ. പക്ഷേ അല്ലഞ്ചേട്ടനും പനിയുണ്ട്. അപ്പോൾ ചേച്ചീനെ അഡ്മിറ്റ് ആക്കിയത് എല്ലാവർക്കും അസുഖം. പിന്നെ ഇപ്പോൾ പനി കുറഞ്ഞിട്ടില്ല. ഇന്നൊക്കെ നല്ല ഛർദിയും തുടങ്ങിയിട്ടുണ്ട് ചേച്ചിക്ക്. ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ ഛർദി, എനിക്ക് ഭയങ്കര ക്ഷീണം അങ്ങനെയൊക്കെ. അപ്പം ഇനി എന്തായാലും ഒരു 5 ദിവസം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുവരെ ഈ കേക്ക് ഫ്രിഡ്ജിൽ ഇപ്പോൾ 3-ാമത്തെ ദിവസമാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പുളിച്ചു പോലോ. ചേച്ചി വരുന്ന കഴിഞ്ഞാൽ നമുക്ക് വേറെ കേക്ക് നമുക്ക് മുറിക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കാം, നമുക്കും കഴിക്കാം എന്ന് വിചാരിക്കുന്നു. മെറീനെ എന്നും വിളിച്ച് ചോദിക്കും എന്തായി മുറിച്ചാ, ടേസ്റ്റ് ഇല്ലേ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടേ. അതവിടെ കൊണ്ടുനോക്കി. നിന്നോട് 2 വർത്താനം പറയാണ്ട് എനിക്ക് പറഞ്ഞു. അവിടെ കൊണ്ടുനോക്കി അത് മുറിച്ച് കഴിഞ്ഞിട്ട് വർത്താനം പറയാനാ. എന്നാലും എനിക്ക് എൻ്റെ മനസ്സിന് എൻ്റെ നമ്മളെ അതന്നെ അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് ക്രിസ്മസിൻ്റെ സാധനം എടുത്തു. വീണ്ടും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് കേട്ടാ. മേരി ക്രിസ്മസ്. ജഗ്ഗു മുറിക്കാൻ പോണു. അങ്ങനെ മെറീനി ഉണ്ടാക്കിയ കേക്ക് ജഗ്ഗു മുറിക്കുന്നു. വെൽവെറ്റ് കേക്ക് ഞാൻ അടിയിന്ന് തള്ളിയെടുക്കുക. അങ്ങനെ തന്നെ പതുക്കെ പോക്ക്. ആമ്പോ എന്തൊരു മനോഹരമായിട്ട് ചെത്തിയെടുത്തു. കാണ്ട കാലകനായിട്ടുണ്ട് കേട്ടാ. രസകരമായ കേക്ക്. രസമുള്ള കേക്ക് കണ്ടാ. അതിൻ്റെ ഉള്ളിൽ നോക്കിയാന്ന് ചേർത്തിട്ട് നോക്കി ജഗ് അതുപോലെ ഒരു കഷ്ണം കൂടി മുറുക്കി. എൻ്റെ വിരല് കടിച്ചെടുത്താനപ്പോ ഇതിനോട് അടിപൊളി കേക്ക് അതിൻ്റെ കേട്ടാ. ഇനി മുറിച്ചിട്ടേ എല്ലാ വീട്ടിലേക്കും കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ കേക്ക് എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയി കൊടുക്കൽ കഴിഞ്ഞുട്ടാ. നീ ഇങ്ങോട്ട് വാ. എന്നോട് 2 വർത്താനം പറയാണ്ടെന്ന് പറഞ്ഞാൽ കേക്കട്ടെ പോയിട്ട്. നമ്മൾ ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് 4 മാസം കഴിഞ്ഞു. 4-4.5 മാസമായി പറയും. ശരി. ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് ആ സമയത്ത് എനിക്ക് കുറേ പഴി കേൾക്കേണ്ടി വന്നു. ഈ ചുണ്ടങ്ങിയുടെ പേരിൽ ഈ ചുണ്ടങ്ങികളെയാണ് നമ്മൾ ഒരു 5 സ്ഥലത്തേക്കാണ്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നില്ലേ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവരുടെ നാശാവെന്നൊക്കെ പറഞ്ഞില്ലേ.
നോക്ക് നിറച്ച് കായകളുണ്ടാവും നോക്ക്. പറിച്ച് വേറെ എവിടേക്കെങ്കിലും കുഴിച്ചിട്ടോ. അല്ലല്ല അതല്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നോക്കിയേ നിറച്ച് കൊലയായിട്ടാണ് കായകൾ ഉണ്ടായിക്കോണം കേട്ടാ. നോക്ക് ഇവരെ രണ്ടുപേരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. ഇവരെ എവിടെ കൊണ്ടെന്ന് വെച്ചാലും അല്ല വല്ലാണ്ട് അതിന്റെ അടുത്ത് കൊണ്ടാകുമ്പോ മുള്ളു കോറണ്ട മേത്ത്. ഇതിന്റെ പേരിൽ മുള്ള് കോറില്ല, അത്രയ്ക്കധികം മുൾക്കിരീടം ഞാൻ തലയിൽ ചോന്നു ഇതിന്റെ പേരില്, അറിയോ? അത് ചേട്ടൻ കേക്കണ്ടത് എന്ത് കേക്കണം? ഞാൻ പറഞ്ഞില്ലേ ചുണ്ടങ്ങ എവിടെ കൊണ്ടു കുഴിച്ചിട്ടാലും ആൾ അടിപൊളിയായിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ. നോക്ക് ഈ ചുണ്ടങ്ങയാണ് ഇത്. ഇവിടെ കൊണ്ട് കുഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ പ്ലാവിന്റെ അടിയില് തണലത്ത് വെച്ചിട്ട് ഇത് ഉണ്ടാവോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തണലിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞില്ലേ. തണല് പ്രശ്നമല്ല, അതിന് മാറ്റി നട്ടാലും പ്രശ്നമില്ല, ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ. നോക്ക് കേട്ടാ കണ്ടാ. ഇപ്പം ഇതിന് മറുപടി ആയില്ലേ. അന്നത്തേന് ഞാൻ ചുട്ട മറുപടി ഇതിലൂടെ തന്നിരിക്കുന്നു, വിളവിലൂടെ തന്നിരിക്കുന്നു കേട്ടാ. ഇത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്താ കൊറേ സാധനങ്ങൾ പറിച്ചു കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഉണ്ടാവാത്തത് നിലത്തുനിന്ന് പൊന്താത്തതിന് കാരണം കണ്ണു പറ്റിയതാന്ന് പറഞ്ഞില്ല ചേട്ടൻ. അത് വേറെ അല്ല, ഞാൻ ഈ ഇവന്റെ കാര്യം പറഞ്ഞത്, ചുണ്ടങ്ങയുടെ കാര്യം. അപ്പോൾ ഞാനിവിടെ മനോഹരമാക്കാൻ പോവാണ് കേട്ടാ. ഇവിടെ പറ്റിക്ക് ഞാൻ ഇതിവിടെ ഇല്ലേ നോക്കിയ ഒരു ഊഞ്ഞാലിടണമെന്ന് വിചാരിച്ചായിരുന്നു. എന്തിനത്? പറമ്പ് നിറച്ച് ഊഞ്ഞാല്. അല്ലടി ഇതിവിടെ ഉണ്ട് കറക്റ്റ്, ആ കൊമ്പ് ഉണ്ട് കറക്റ്റാണ് ഊഞ്ഞാലിന്. അപ്പോൾ ഇവിടെ ഊഞ്ഞാല് ഇടാൻ പറ്റില്ല, ചുണ്ടങ്ങി ഇവിടെ നിൽക്കുന്ന കാരണം മോന്തം മുഴുവൻ പൊളിയും. എന്നെ ഭ്രമിപ്പിക്കരുത്. ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കരുത് എന്ന് പറയാൻ വരാന്ന്. അപ്പോൾ ഞാൻ അവിടെ പോകാൻ പോട്ടാ. ഇവിടെ പോയി ഭംഗിയാണ് ഇതാണ് ഇവിടെയുള്ള ആകെയുള്ള പ്ലാവ് കേട്ടാ. കണ്ട ഈ പ്ലാവുമ്മ ചക്ക നായച്ചക്ക പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കണ്ട അതെ കണ്ട. എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ പ്ലാവിനെ. അപ്പളേ ഒരു കാര്യം ഉണ്ട് കേട്ടാ, സരിത ഇവിടെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഉണ്ടാക്കിക്കോ. അതുണ്ടാക്കൽ 5 മിനിറ്റ് കൊണ്ട് കഴിയും. ചേട്ടന്റെ പണി നോക്കും, വല്ല ഹെൽപ്പ് ചെയ്തു തരാം. ഇവിടെ അടിച്ചു വാരി ചവറ് അടിച്ചു വാരി ഇതുകൊണ്ട് ചെയ്യാം. ഈ സാധനം കുറച്ച് ഏരിയ കൂടി ഭംഗിയാക്കി കഴിഞ്ഞാലേ എനിക്ക് സമാധാനമായി. നേടുമുടി വേണം വിശ്രമിക്കാൻ. മറ്റേ മണിശ്രദ്ധാൽ പറയുന്ന പോലെ ചവറക്കടിച്ച് അതുപോലെ പറയും. നീ പറയ്. എനിക്കറിയില്ല, ചേട്ടൻ പറഞ്ഞോ. അതിന്റെ കടക്കത്തെ ചവറ അവിടെ തന്നെ കിടന്നോട്ടെ, തണവ് കിട്ടില്ലോ. അല്ലല്ല ഇവിടെ വൃത്തിയാക്കണം എനിക്ക്. അതിന്റെ കടക്കത്തെ ചവറ് കിടന്നോട്ടെ, വളല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഭംഗി പോലെ പാമ്പൊക്കെ വന്നിരുന്നു ഞാൻ അറിയില്ലേ. അവിടെയാണ് നോക്കിയത് നിറയെ വലയാണ് കിടക്കുന്നത്. തേങ്ങ ആ വല എവിടെയായിരുന്നു ഉടനെ? അത് അവിടെ തന്നെ ചുറ്റി കെട്ടി കൊണ്ടുപോയിക്കിരുന്നു. അത് കെട്ടിച്ച കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തോണ്ടല്ലേ? അല്ലല്ല അത് അവിടെ ഇവിടുത്തെ കോഴിക്കോട് പൊളിച്ച് പിന്നായിരുന്നല്ലേ ഇവിടെ ഇട്ടുണ്ടായിരുന്നു. ഇവിടെ കിടക്കുന്ന ഞാൻ അവിടെ വെടുപ്പാകുമ്പോൾ ഭംഗിയുണ്ട്. ഈ പ്ലാസ്റ്റിക് കണ്ടില്ല, ഇതൊക്കെ പൊളിച്ച് ഇതൊക്കെ വൃത്തികേടാ. ഇവിടെ ഒക്കെ വൃത്തികേടാ. ഇതൊക്കെ ഇനി ഭംഗിയാക്കാൻ പോകണം. ഇവിടെ വെള്ളം കൂമ്പിട് തുടങ്ങിയിട്ട് നമ്മുടെ ഇത് കുഴപ്പമില്ല. ഞാൻ അവിടെ വൃത്തിയാക്കാൻ പോവാ പറയേണ്ട ആവശ്യമില്ല. വൃത്തിയാക്കാ എവിടെ തുടങ്ങാൻ പോണ? എന്നിട്ട് നടാനാ? ഇവിടെയാ ഇവിടെ കുറെ സാധനം നടാണ്ട്. ഇവിടെ എനിക്ക് ക്ലീൻ ആക്കണം. എന്നിട്ട് പറയാ മധുരക്കിഴങ്ങല്ല നട്ടോടനെ ഇവിടെ മാറ്റണം. പക്ഷെ അതിന്റെ വള്ളിയിലൊരു കഷ്ണം ഉണ്ടായാൽ മതി. ഇനി അവിടെ പൊടിച്ചു വരില്ലേ മധുരക്കിഴങ്ങ്. അത് ശരിയാ. മൊത്തത്തിലേ ആർക്കും ഉഷാറില്ല. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു പുലിവാല. അതന്നെ. അല്ല ചേട്ടന് ചേച്ചിയുടെയൊക്കെ അസുഖം മാറാൻ എല്ലാവരും പ്രാർത്ഥിച്ചോളോ. എന്താ ഇങ്ങനെ പറ്റിയാവോ? ഇത് ഇത്ര കണ്ട കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ചേച്ചിക്ക് ഇതുപോലെ വന്നിട്ടില്ലേ അല്ലേ? പനിയൊക്കെ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. അതിപ്പോ എല്ലാവർക്കും പനി വരുന്ന പോലെ വന്നിട്ടുണ്ട്. വല്ലപ്പോഴും ചേച്ചിക്ക് അങ്ങനെ എനിക്ക് വരാറുള്ള പോലെയും പോലും വരാറില്ല. ആശുപത്രി വെക്കണ്ട ഒരു ഇത്. അതെ. എന്താ മതിയാവേ ആ ഒരു കാര്യം എൻ്റെ നിഘണ്ടൂലില്ല. തിന്നണ കാര്യമല്ല പറഞ്ഞേ. പച്ചമുളക് കുറച്ച് വേണം. ഇത് മതി.
നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനം എന്തിട്ടാന്ന് പറഞ്ഞല്ലോ, സാബുദാന കിച്ചടി. സാബുദാന എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഷ്കലാൻഡി വന്നിട്ട് അന്ന് ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയതാണ്. ഈ ചൗവരിയില്ലേ, സാബുദാന ചൗവരി അല്ലെങ്കിൽ അങ്ങനെ എന്തിട്ടൊക്കെ ഇതിന് പേരുകളുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഞങ്ങൾ പിന്നെ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതാണ് ചെയ്യാൻ പോണേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനാ ചെയ്യാം, 4 മണിക്ക് ഉണ്ടാക്കാം അല്ലേ? എപ്പോൾ ഉണ്ടാക്കാം. ആ സാധനം ഉണ്ടല്ലോ 100 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കണ കാരണം ചേട്ടൻ പിന്നെ 2 കിലോൻ്റെ വലിയത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ട് വന്നത്? ഞാൻ ബെസ്റ്റിന്ന്. ബെസ്റ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നത് വലുത്. രസമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് നമ്മൾ തലേദിവസം രാവിലത്തേക്കേ വേണ്ടെന്ന് വെച്ചെങ്കിൽ തലേദിവസം വെള്ളമൊഴിച്ച് നന്നായി കഴുകിയിട്ട് കുതിരാനായിട്ട് വെക്കണം. വെക്കുമ്പോൾ ഇത് എത്രയുണ്ടോ അതിൻ്റെ കൃത്യം ഒപ്പത്തിന് വെള്ളമാക്കിയിട്ട് വെക്കുക, അത്രേ ഉള്ളൂ. വൈകുന്നേരമാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആക്കി വെച്ചാലും മതി. അതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ, ഇതിന് വീർത്തിട്ട് ഇത്രയും. സാധനത്തിൻ്റെ ഇടയിൽ ചവറുകൾ നിറയുമ്പോഴാണ് ദേഷ്യം വരിക. അതാ ഈ ചവറുകളൊക്കെ പയറിൻ്റെ ഇതിൻ്റെയൊക്കെ ഇടയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. കുറേ സാധനങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങൾ പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ എടുക്കണ്ടേ. ഇവിടെ കൊട്ട തീ കത്തിച്ചു, പാത്രം അടുപ്പത്ത് വെച്ചു. അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് നോർത്ത് ഇന്ത്യൻ സാധനമാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്കും ഇത് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുതിർത്ത് വെച്ചണതില്ലേ, അതിങ്ങനെ ഒരു ബൗളിലേക്ക് ഇടാം. മുളയാണ് കേട്ടോ ഇത്. ഞാൻ ഈ ഒരു 12 ഇടാനായിട്ട് കൊണ്ടുവന്ന വെച്ചാൽ 12 പല്ലി, അല്ല കറുത്ത പല്ലി. നിങ്ങളൊരു ഒരു പല്ലി ഉണ്ടായിരുന്നതാ. ഞാൻ എന്തുണ്ടായിരുന്നു പല്ലിയേ ഒന്നുമില്ല. ഇതിന് നമ്മുടെ വള്ളിച്ചീരരെ ഇതിന് 12 ഇടാനത് വള്ളിച്ചീര ഇതിൽ കിട്ടും. നമ്മൾ പച്ചമുളക് ഒന്നുകിൽ ചതച്ചിടുക, അല്ലെങ്കിൽ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇടുക. പിന്നെ ഇടേണ്ട സാധനം കപ്പലണ്ടി തരിതരിപ്പായിട്ട് ഇങ്ങനെ പൊടിച്ചത്. ഭയങ്കര ഫൈനായിട്ട് പൊടിയരുത്, തീരെ പൊടിയാണ്ട് കിടക്കരുത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാട്ടാ. മുഴുവൻ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മുടെ പാത്രം ചൂടായിട്ടാ കുറച്ചിക്കാം. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്തിക്കാലം വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ എന്തൊരു ചെയ്യേണ്ടത് വെച്ചാൽ ഈ സാധനങ്ങളില്ലേ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. കണ്ട എത്ര സാധനങ്ങളാകെ വേണ്ടോ? അടിപൊളി ഫുഡ് ആവും ചെയ്തു. ഇനി വേണ്ടത് നല്ല ജീരകമാണ് കേട്ടോ. നല്ല ജീരകം ഇത്രയ്ക്ക് ഇടാം. ഇനി അരിക്കിതിടാം. അതിന് മുന്നേ ഇതിൽ ഉപ്പ് നമുക്ക് നോക്കാട്ടാ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാക്കകള് ചേട്ടാ, ഭയങ്കര കാക്കകളുടെ ശല്യം ചേട്ടാ. കാക്കകള് ഭയങ്കര ശല്യം. അവരെ കാക്ക കുട്ടികള് അല്ല, ഒരു കുയിലും ആൺകുയിലും പെൺകുയിലില്ലേ ഇവിടെ ഇന്ന് കാലത്തും ഇന്നലെയായിട്ട് അവർ ചുറ്റിപ്പറ്റിയേക്ക. പെൺകുയിൽ മുട്ടയിടാറായിട്ടുണ്ട്. അതായത് കാക്കിൽ ഭയങ്കര ശല്യ. പുള്ളിക്കുയിലേ പക്ഷേ ഈ ആണ് അടുത്ത് വന്ന് പ്ലാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിന് അതായത് ഈ പെൺകുയിലിനുള്ള മുട്ടയിടാനുള്ള സൗകര്യം ആൺകുയിൽ ചെയ്തു കൊടുക്കണതിൻ്റെ തിക്കും തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ കാക്കകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കകളെ ആൺകുയിൽ അകലിച്ചുണ്ട് ശ്രദ്ധ തിരിപ്പിച്ച് അകലിച്ച് വെല്ലുവിളിക്കും. വാടാ തേരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് അങ്ങനെ അകലിച്ചുകൊണ്ടു. ഒരു പ്രത്യേക ടൈപ്പ് സൗണ്ട് ആ സമയത്ത് കുയിലുണ്ടാക്കാം. നമ്മൾ കുയിലിന്റെ 2 ടൈപ്പ് സൗണ്ടുകളല്ല, കേൾക്കുള്ളൂ. ഒന്ന് കൂ എന്നുള്ളതും പിന്നെ
ഇങ്ങനത്തെ സാധനം. അതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാക്കും. അത് ഉണ്ടാക്കി കഴിയുമ്പോ എല്ലാ കാക്കകളും കൂടിയിട്ട് ആ കുയിലിനെ കൊത്താൻ ചിലപ്പോ കുയില ആ മറ്റേ കരയിലേക്ക് ആ ഫ്ലാറ്റിന്റെ വശത്തിൽ പോവും. ഇവറ്റകളൊക്കെ കാക്കകളൊക്കെ പൊട്ടന്മാരെ പോലെ പോവും. ആ ഗ്യാപ്പ് നോക്കിയിട്ട് പെൺകുയില് കാക്കയുടെ കൂട്ടിൽ വന്ന് മുട്ടരും. ഇതാണ് ഇവിടെ സംഭവിക്കാറുള്ളത്. അതിന്റെ ടൈമാണ് ഇപ്പോൾ അത്. എത്രയോ കാലങ്ങളായില്ലേ ഇത് പറ്റിക്കാൻ തുടങ്ങിട്ട്, എന്നിട്ടും കാക്കകൾക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ നന്നായി ഇളക്കിയിട്ടിട്ട് ഉപ്പൊന്ന് നോക്കാം നമുക്ക്. ഇത് മതി, ലേശം കുറവുണ്ട്. അതെ, കുയിലിന്റെ ശബ്ദം കേട്ടാ? കേട്ടു. ഭയങ്കര സ്പീഡിലായിരിക്കും അത്. ഏതോ ഒരു തെങ്ങിന്റെ മുകളിൽ നിന്നിട്ടാണ് പടച്ചത്. വെള്ളം ഇങ്ങനെ വെള്ളം തെളിച്ചിട്ട് മൂടിടാം. ശരിക്കും പുഷ്കലാൻറ്റി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് അതിൽ വെള്ളമൊക്കെ വെച്ചിട്ടാണ്. ഇത്തിരി വെള്ളം വെച്ച് ആണ് മൂടി വയ്ക്കുക. പിന്നെ ആ വെള്ളം കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം അതിലേക്ക് വീഴാണ്ട് ശ്രദ്ധിച്ച് നമ്മൾ ആ തട്ട് നീക്കി ഇളക്കിയിടണം. അങ്ങനെയാണ് മൂടുക. അങ്ങനെ ചെയ്യാറില്ല, ഞാൻ ഇങ്ങനെ മൂടി വയ്ക്കാറുള്ളൂ. ഇത് വേവട്ടെ. ഇതിപ്പോൾ വേവും, 5 മിനിറ്റ് കൊണ്ട് വേവും. ഏറ്റവും സിമ്പിളിടണം. പിന്നെ അടിഭാഗം കരിയും. പാവം കാക്കകൾ, പറ്റിക്കപ്പെടാൻ കാക്കകളുടെ ജീവിതവും ബാക്കി. ഇതിന്ന് നമുക്ക് വല്ലതും പഠിക്കാണ്ടോ ചേട്ടാ? ഏത് ഈ കുയിലിന്റെ കാക്കകളുടെ കൂട്ടിൽ വന്ന് മുട്ടിടണേന്ന് നമുക്ക് വല്ലതും പഠിക്കാണ്ട? എന്തിട്ടാ പഠിക്കാനുള്ള പാഠം എന്നിട്ടാണ് ചേട്ടൻ പണിയെടുക്കാണ്ട് എങ്ങനെ കഞ്ഞി കുടിക്കുക? അതൊന്ന് അതിലില്ലേ? അത് നല്ല കാര്യമാണ്, അതൊരു മോശം കാര്യല്ലേ? അല്ല, മോശം കാര്യം തന്നെയാണ്. അതൊന്ന് നമുക്ക് പഠിക്കാൻ എന്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, പഠിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം കാക്കകൾക്ക് പഠിക്കാനുണ്ട്. ഒരു വട്ടമെങ്കിലും കുഴിയെ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ബോധം. അതല്ലേ, അങ്ങനത്തെ അല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ല, എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അല്ല, അങ്ങനെ തന്നെയാണോ? വീണ്ടും ഒരേ അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുന്നു. അത് തലമുറകളായിട്ടെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണിത്. അപ്പൊ ഈ കുയിലില് ഇത്ര കഷ്ടപ്പാടില്ല ഒരു കൂടുണ്ടാക്കി കൂടെ അല്ലേ? അല്ല, കൂടുണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തണ്ടേ? അവർക്ക് അതൊന്നും പറ്റില്ല. അടയിരിക്കാനോ മുട്ട വിരിയിക്കാനോ ഒന്നും പറ്റില്ല അവർക്ക്. തീറ്റയൊക്കെ കാക്കകളാണ് ഇവിടെ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ കുയിൽ കുട്ടികൾ കാക്ക കുട്ടികളെക്കാളും വേഗത്തിൽ വളരും. അത് കാരണം കാക്കക്കുട്ടികൾ വലുതാവണേലും അല്ല, ഈ കാക്കുട്ടികൾ വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുയിൽ അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോവും. അതങ്ങനെ കൊണ്ടുപോകും. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ഇങ്ങനെ ചെയ്യും കുയില് മുട്ടയിട്ടിട്ട് കാക്കയുടെ മുട്ട തട്ടിപ്പൊടിച്ചിടും. ഭയങ്കര തന്ത്രങ്ങളുണ്ട്. കുയിലിൻ്റെ മുട്ടയ്ക്ക് ഒരു നേരി വ്യത്യാസമില്ല. കുയിലിൻ്റെ മുട്ടയാണെങ്കിൽ കുയിലിനെ അറിയാം. അത് തോന്നൂല്ലേ നമുക്ക്? അതെനിക്കറിയില്ല. അല്ല, അതുകൊണ്ടാണല്ലോ കാക്കയുടെ മുട്ട തട്ടിയിട്ടുള്ളത്. അയ്യോ, അത് ഇളക്കട്ടെ. ഇതിലിങ്ങനെ ചില മണികൾ ഇങ്ങനെ നല്ല തൂവെള്ള കളറിൽ കിടക്കുന്ന കാണാം. കണ്ട, കുറേ മണികൾ തൂവെള്ള കളറിൽ കിടക്കുന്നുണ്ട്. അതൊന്നും വേവാത്തതാട്ടാ. വെന്തൂന്ന് നമുക്ക് മനസ്സിലാവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നല്ല വെള്ള കളറിലുള്ളത് എല്ലാതും കളർ മാറി ആ മറ്റേ കളർ മഞ്ഞ കളർ പോലത്തെ ആവും. വേവട്ടെ. മറ്റേ പാട്ട് കുയിലിനെ കാണുമ്പോൾ എപ്പോഴും തോന്നുന്ന പാട്ട് ഏതാണെന്ന് എനിക്കറിയോ? ഞാൻ പാടുന്ന പാട്ട് കള്ളിക്കുയിലേ, അതാണ് കള്ളിപ്പൂങ്കുയിൽ. ഞാൻ പാടുന്ന പാട്ട് കുയിലിനെ തേടി കുതിച്ചു പായും മാരാ പട്ടുകുപ്പായക്കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം. അതല്ലേ പാടാ? അത് ചേട്ടൻ പറഞ്ഞ, അല്ലെങ്കിൽ ചേട്ടൻ എപ്പോഴും പറഞ്ഞ പാട്ടേന്നറിയും. ആ പാട്ടില്ലേ? വള്ളിക്കുടിലി. ഈ ചാവറല്ലേ നോക്കി നമ്മുടെ. ഞാൻ വേറൊരു സന്തോഷ വാർത്ത ഇടുവാ എന്നോടാ. നീ വന്നോ കണ്ടാ? നമ്മുടെ സുമോ കൊള്ളി ഇത്രയ്ക്ക് വലിപ്പമായിട്ട് നട്ടത്. പിന്നെ ഇപ്പുറത്ത് ഒരെണ്ണം നട്ടിട്ടുണ്ട് ഞാൻ,
അത് ഇത്രയ്ക്ക് വലിപ്പമായി. പിന്നെ ഇത് പയറാണ്. ഇത് നമ്മുടെ ഈ ഇവൻ്റെ അവിടെ നിന്ന് കൊടുന്ന പയറാണ്, നമ്മുടെ ഈ കുളപ്പള്ളിയിൽ നിന്ന് കൊടുന്ന പയറാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒന്നിനും ആരോഗ്യമില്ല. ഇല്ല, ഇത് കുഴപ്പമില്ല. കുളപ്പള്ളി പയർ കുഴപ്പമില്ല. അവിടെ ഒരു തടത്തിൽ നിൽക്കണതേ ആ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നിൽക്കണം. അല്ല, അത് നോക്കണ്ട. ഇതിൻ്റെ ഇടയിൽ ചവറിട്ട് കൊടുക്കാം. ചവറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വളർച്ച, ഒരു ഈ വെയിൽ കൊണ്ടിട്ട് ഭൂമി ഉണങ്ങില്ല. ഈ ചവറ് അടിപൊളി ചവറ കേട്ടാ, പ്ലാവിൻ്റെ അല്ലേ. നമ്മുടെ ഫ്ലാറ്റിന്റെ പണി കഴിയാറായിട്ട് ചേട്ടാ. ഇപ്പാണെങ്കിൽ മഴക്കാലം അല്ലാത്ത കാരണം ഫ്ലാറ്റിനെ കുറിച്ച് പറയല് നിർത്തി ചേട്ടൻ. ആ അതേണ്ട, അത് നമ്മുടെ ഇല്ലേ, നമ്മുടെ വീടില്ലേ, നമ്മുടെ വീട് അവിടെ, നമ്മുടെ വീടിൻ്റെ അവിടെ നേരെ കിഴക്ക് ശോഭയുടെ മെട്രോപോളിസ് എന്ന് പറഞ്ഞ ഫ്ലാറ്റുകളുടെ ഇത് പ്രൊജക്റ്റ് കുട്ടല്ലൂരുള്ളത്. അപ്പം ഞാൻ ചേട്ടനോട് പറയാ, ഇടയ്ക്ക് അതിന് അവിടെ മഴക്കാർ കാണുമ്പോൾ അവിടെ പറയാൻ ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ ചിലപ്പോൾ ശോഭക്കാരൊരു ഫ്ലാറ്റ് തന്നാലോ അല്ലേ. കുട്ടല്ലൂര് ഹൈലൈറ്റ് മാള് പ്രവർത്തനം ആരംഭിച്ചു വിട്ടെന്നല്ലോട്ട് നമുക്ക് പോണ്ടെങ്കിൽ നാളെ പോവാം. അടുത്ത് പോയേക്കണം. അവിടെ കണ്ടമാനം പേര് ഈ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്, സെൽഫി. ഞാനിപ്പോൾ അതിന് മുന്നോടെ പോയില്ലോ. ഏത് യൂട്യൂബേഴ്സാണോ? അല്ല, ആളുകള് കണ്ടമാനം പേര്. അവിടെ ഭയങ്കര തിരക്കാ. വെക്കേഷൻ ടൈമല്ലേ. അപ്പോൾ നമുക്ക് നാളെ പോവാം. ഞാനാണെങ്കിൽ അതിൻ്റെ ഹെലികാം ഷോട്ടുകളൊക്കെ പോയിട്ട് എടുത്തു ഇന്നലെ പോയിട്ട്. ചുണ്ടങ്ങ തീയൽ വെക്കണ്ട നമുക്ക്. അതിന് വേണ്ടിയിട്ട് കണ്ടാ എന്തുട്ട സാധനം അല്ലേ ഇത്. അത്രയ്ക്ക് അധികം അതിൻ്റെ കേട്ടാ. പറഞ്ഞിട്ടുള്ള അടിപൊളി സാധനം ഉണ്ട്, ചുണ്ടങ്ങ തീയൽ. മുള്ളു എന്താ ഇതിൻ്റെ മറ്റേ സ്നാക്സ് റെഡി ചെയ്യാ. സരിതൊരു കാര്യം ചെയ്യോ, ആ ചൂലെടുത്തോണ്ട് ഇവിടുന്ന് ഈ ഇതുകൊണ്ട് വെടുപ്പാക്കാൻ പറ്റില്ല. ചൂല് ഇവിടുന്ന് എനിക്ക് ചൂലുണ്ട് അടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാവും, നല്ല ഭംഗിയാവും. അപ്പോൾ എന്തായാലും കൃഷി സ്ഥലത്ത് സരിത പണി എടുക്കണില്ലേ എന്നുള്ള പരാതി ഇതോട് തീർക്കില്ല ഒക്കെ. ഇതേ മറ്റേ കോരിയിടുമ്പോൾ ശരിയാവില്ല സരിത, കല്ലടക്കം വരേണ്ടതേ. അപ്പോൾ അതൊന്ന് ചവറുണ്ടെന്ന് അടിച്ചതെന്ന് കഴിഞ്ഞാൽ എനിക്കിവിടെ വൃത്തിയാവും. എനിക്കിവിടെ അങ്ങനെ എടുക്കണമ്പോൾ കലി വരാം. സരിത ചൂലെടുത്തുകൊണ്ടിരാൻ പോയേക്കാം. ഇവിടെ നിന്ന് ചൂലുകൊണ്ട് അടിച്ചാലേ വൃത്തിയാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ നാമാവശേഷമായി പോവാറായ വള്ളിച്ചീരയ്ക്ക് ഒരു പന്തലിട്ട് കൊടുക്കണം. പന്തലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റേ ഹൈറ്റ് കൂടിയ പന്തൽ ഈ വള്ളിച്ചീരയ്ക്ക് പറ്റില്ല. വള്ളിച്ചീരയ്ക്ക് ഉയരം കുറഞ്ഞ പന്തൽ വേണം. കാരണം വെച്ചാൽ ഇതിൻ്റെ എല്ലാം നമ്മൾ ഇങ്ങനെ നെഞ്ചളവിലല്ല നുള്ളിക്കൊണ്ടിരിക്കുക. ഇവിടെ പന്തലിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇങ്ങനത്തെ ഈ കാലുകൾ മതി, ഇത് മതി, വെറുതെ സിമ്പിളായിട്ടുള്ള പന്തൽ മതി. ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായതും കുഴപ്പമില്ല. ആൾ വലിയ പരാതി പറഞ്ഞ ടൈപ്പല്ല ഈ വള്ളിച്ചീരി. കണ്ട മറ്റേ വള്ളിച്ചീര നമ്മുടെ ഇത് പോയി, ഏത് പച്ച കളറുള്ള വള്ളിച്ചീരിയില്ലേ, അതില്ലാണ്ടായിപ്പോയി. അപ്പോൾ പിന്നെ ഒരു തടം കൂടിയും ആക്കിയിട്ട് അല്ല പന്തലിട്ട് കഴിഞ്ഞാൽ പിന്നെ തടം കോരാൻ പറ്റില്ല. കുറേ പേര് വള്ളിച്ചീര തണ്ടേ ചോദിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ കയ്യിലില്ലല്ലോ. ഈ വള്ളിച്ചീരയുടെ നല്ലത് മറ്റേ പച്ചയേക്കാളും. ആയിട്ടത് ഇതപ്പോ ശരീരത്തിന് നല്ലതല്ലേ. പിന്നെ അടിപൊളിയാ, കഴിച്ചോ. ഞാനേ ചായയൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി കഴിക്കാൻ വിചാരിച്ചു. അപ്പം ജഗ്ഗുവിന് വേണമെന്നിപ്പോൾ. ഞാൻ അടിച്ചു വരട്ടിനി. രസമുണ്ടോ ജഗ്ഗു? അതിൻ്റെ ഞാനിവിടെ ഒരു കാല് കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വളരെ കാല് കുഴിച്ചിട്ട് രസമുണ്ടാ? പിന്നെ ജാവലിൻ തുറക്കി വരണ പോലെ ഉണ്ടല്ലോ ചേട്ടൻ. അല്ല കാല് എവിടെയെന്ന് നോക്കായിരുന്നു മുളക്കാലേ. 2 കാലുള്ള മെയിനായിട്ട് ഇങ്ങനത്തെ കാലുകൾ. ഈ കാലുകൾ പറ്റില്ലല്ലോ അല്ലേ?
പൊളിച്ചത്. പൊളിച്ച് പറ്റി. പക്ഷെ മറ്റേ സാധനങ്ങളുണ്ട് കേട്ടാ. നമ്മൾ അവിടെ കുഴിച്ചിട്ട് അവിടെ ഇരുമ്പിന്റെ പൈപ്പുകളില്ലേ അവിടെ പറ്റില്ല. അത് വേറെ സെറ്റാക്കണം. ഇനി അത് അമ്മ ചെറിയ ഒരു ക്ലാമ്പുകൾ പിടിപ്പിക്കുന്നല്ല, അത് ശരിയാവില്ല. ഞാൻ ഈ കാപ്പി വെച്ചിട്ട് വരാം. ചേട്ടൻ്റെ കാല് കുഴിച്ചിട്ട് കഴിയും. ആ അപ്പോൾ ചില പന്തലിൻ്റെ പണി കഴിഞ്ഞു ഉണ്ടാവും. അത് അവിടെ നിന്ന് മാറ്റാട്ടാ. ചാക്കല്ലേ? ആ ചാക്കിനടുത്ത് മാറ്റി വയ്ക്കാൻ പോവാ, ഒരു വൃത്തികേട്. അതായത് മണ്ണിൽ കുഴിച്ചിട്ടത് മാത്രമല്ല, മണ്ണിലല്ലാത്തവരും നമ്മൾ മാറ്റും, സ്ഥലം മാറ്റം കൊടുക്കും. ഇനി ഇപ്പുറത്ത് 2 കാലും കൂടി വേണം. അതേ അപ്പുറത്ത് കാല് കുഴിച്ചിട്ടാണ്ട് 2 കാല് ഇപ്പുറത്ത് കുഴിച്ചിടും. എന്നിട്ട് അതിനെ ഇങ്ങട് പടർത്തിക്കുക. ഇനി അങ്ങട് ചേട്ടൻ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ആലോവേര മറ്റേ കറ്റാർ വാഴനെ ഇനി അവിടെ നിന്ന് ചേട്ടൻ മാറ്റും. അത് ശരിയല്ലേ? ആ അങ്ങനെ ചെയ്യാം. കൂടെ കുത്താം. പഴയ കാലുകളാ. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഇത്ര വലുത് വേണ്ട നീ. ലാസ്റ്റ് വയ്ക്കാൻ പോണം. കഴിഞ്ഞു. വള്ളി വെച്ച് കെട്ടുന്നു. അല്ല, വള്ളി വെച്ചില്ല, വള്ളി പടർത്തുന്നു. ഞാൻ പന്തലും ഇരിക്കുകയാണ്, പടർന്നോളും. കണ്ട, അതങ്ങനെ പടർന്നങ്ങോട്ട് കയറും ഇതുവഴിക്ക്. അടിപൊളി. ഞാൻ പടർന്ന് കയറിയുള്ളൂ. അങ്ങനെ സരിത കാപ്പി കൊണ്ടിരുന്നു. കാപ്പി ഓർ ചായ അവൻ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വാ ഇങ്ങോട്ട് വാ. ഇതെനിക്കില്ലേ വേണ്ട. ഇത് എനിക്കും ജഗ്ഗുവിനുള്ളത്. ഇതിൻ്റെ കാപ്പി കുയിലോളിരുന്നണ്ട. കുയിലിൻ്റെ സൗണ്ടിന് കനം വെച്ച് തുടങ്ങി. കേടാ. ആ സാബുദാനം ജഗ്ഗു മുഴുവനാക്കിയിട്ടില്ലേ, അത് അതിൽ കൂടെ ഞാനെടുത്തു. എന്തായാലും ചെയ്തോ. നല്ല രസമുള്ള സാധനം അതാ കാപ്പി ജഗ്ഗു. അപ്പം സാബുദാനം കാപ്പി. ആഹ്, അയ്യോ, പ്രകൃതിയുടെ മിശ്രണം, ടാറ്റയുടെ പാക്കിങ്. പണ്ടത്തെ പരസ്യ കേരളല്ലേ കണ്ണന്തേവൻ്റെ പരസ്യം. അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം. ഞാൻ പറഞ്ഞു എന്തോ ഒരു കുറവ് തോന്നുന്നുണ്ടാവും എല്ലാവർക്കും, ഞങ്ങൾക്കും. അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലു ചേട്ടൻ ഇവിടെ ഉണ്ടാവും. ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പകലൊക്കെ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി.